പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹം നിങ്ങളെ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ സമാധാനം അനുഭവിച്ചുകൊണ്ട്, ദൈവിക ശാന്തി പ്രാപിച്ചുകൊണ്ട്, സ്വസ്ഥമായിട്ട് ഏത് കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിലും റെസ്റ്റ് ചെയ്യുവാനും സ്വസ്ഥതയോടെ ആയിരിക്കാനും ഉറങ്ങാനും ഒക്കെ സഹായിക്കുന്ന നല്ല ദൈവത്തെ പിൻപറ്റുവാൻ ദൈവം നമുക്ക് ജീവിതത്തിൽ തന്നിരിക്കുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് 2 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. 2 Corinthians chapter 2 verse 11. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. ഹല്ലേലൂയ. സ്ക്രിപ്ചറിൽ, തിരുവചനത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡായിട്ട് പറഞ്ഞിരിക്കുന്നൊരു കമാൻഡ്മെൻറ്റാണ് ഡു നോട്ട് ഫിയർ. വളരെ ഫ്രീക്വൻ്റായിട്ട് യേശു കർത്താവ് അത് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിശാച് വന്ന് ദൈവത്തിൽ നിന്ന് നമ്മെ കട്ട് ഓഫ് ആക്കുവാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഓർത്തോണം, പിശാച് പവർഫുള്ളായിട്ടുള്ള ഒരു വ്യക്തിയല്ല. പക്ഷെങ്കിൽ നമ്മുടെ സൃഷ്ടാവുമായ ദൈവത്തോട് ഒരു അലൈൻമെൻറ്റിൽ പോകുവാൻ അവനൊരിക്കലും സമ്മതിക്കത്തില്ല. ഡിസ്ലൊക്കേറ്റഡായി പോയ ഒരു കൈക്ക് ഒരു ഫുൾ മൊബിലിറ്റി ഇല്ലാതാകുന്നത് പോലെ ദൈവത്തിൽ നിന്ന് നമ്മളെ സെപ്പറേറ്റ് ചെയ്ത് സകല അതോറിറ്റിയും നമ്മളെ എടുത്തു കളഞ്ഞ് ഫങ്ഷൻ ചെയ്യാതോണം നമ്മളെ ആക്കി തീർക്കും. അതിനവൻ ഭയം നമ്മുടെ ഉള്ളിൽ കുത്തിവെക്കും. ആ ഭയം ശത്രുവുമായിട്ടുള്ള ഒരു അഗ്രിമെൻറ്റാണ്. നമ്മളൊരു നുണ വിശ്വസിക്കുവാണെങ്കിൽ, എപ്പോൾ വിശ്വസിക്കുമോ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ നുണയുടെ ഉടമസ്ഥനെ, ആ ലയറിനെ നാം ഒന്ന് എംപവർ ചെയ്യുവാണെന്നല്ലേ. നമ്മൾ ഒരിക്കലും ഡബിൾ ഫോക്കസ്ഡ് ആകരുത്. വി കാൺ ബി ഇഗ്നറൻ്റ് ഓഫ് ഹിസ് സ്കീംസ്. അവൻ്റെ തന്ത്രങ്ങൾ വലുതാ. പക്ഷെ ദൈവമക്കളെ ഭയപ്പെടാതെ നമ്മുടെ മേൽ അവൻ കയറ്റി വെക്കുവാൻ, നമ്മെ ലജ്ജിപ്പിക്കുവാൻ നോക്കുന്ന, നമ്മെ എക്സ്പോസ് ചെയ്ത് നിന്ദിതപാത്രരാക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്ന ശത്രുവിൻ്റെ എല്ലാ തന്ത്രങ്ങളെയും പൊളിച്ചടക്കുവാൻ ജയകരമായൊരു ജീവിതം, ഭയത്തിൻ്റെ മേൽ ജയമേറ്റെടുത്തുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം വലിയ കൃപ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുത്ത് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. കൃപ നമുക്ക് ആവശ്യമാണ്. നമ്മൾ ദൈവവുമായിട്ട് എല്ലാ കാര്യത്തിലും ഒരു പാർട്ട്ണർഷിപ്പിലാണെന്ന് ഓർത്തോണം. ദൈവം നമുക്ക് തൻ്റെ കമാൻഡ്സ് തരുമ്പോൾ നമുക്ക് പണ്ട് ചെയ്യാൻ പറ്റാതിരുന്നത് പലതും ചെയ്യുവാൻ തക്കണം അവൻ നമ്മളെ എനേബിൾ ചെയ്യും. അതാണ് കൃപയുടെ ആ എംപവറിങ് നേച്ചർ. നമ്മുടെ എതിരെ വരുന്ന സകലത്തെയും ഫേസ് ചെയ്യാൻ കൃപ നമ്മെ സഹായിക്കും. ഭയം എക്സ്പീരിയൻസ് ചെയ്യുന്നത് പാപമല്ല, പക്ഷേ ആ ഭയവുമായിട്ട് പാർട്ട്ണർ ചെയ്യുന്നത്, അത് ദൈവത്തിൻ്റെ ആ ഡിസൈൻ നമ്മളുള്ളതിനെ വയലേറ്റ് ചെയ്ത് കളയുന്നതാണ്. നമ്മുടെ സാഹചര്യത്തിൻ്റെ റിയാലിറ്റിയെ നമ്മൾ ഇഗ്നോർ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഏത് സാഹചര്യത്തിൻ്റെ മധ്യത്തിലും നമ്മൾ മനസ്സിലാക്കണം, അതിലും വലിയൊരു റിയാലിറ്റി ഉണ്ട്. നമ്മൾ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രശ്നത്തെയും ടേക്ക് കെയർ ചെയ്യാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമ്മൾ അവൻ്റെ ജയത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ മനസ്സ് അവൻ്റെ മനസ്സുമായി അലൈൻ ചെയ്താണ് നാം ജീവിക്കുന്നത്. നമ്മൾ ഭയപ്പെടുന്നത് നമ്മിൽ വളരെ സ്വാധീനമുണ്ടാക്കും. നാം എന്ത് ആരാധിക്കുന്നു, എങ്ങനെ ആരാധിക്കുന്നു, ഇതിൻ്റെ മേലൊക്കെ ഒരു സ്വാധീനം അത് ചെലുത്തുവാൻ തക്കവണ്ണം ഇടയാകും. ദൈവമക്കളെ, യേശു കർത്താവും തൻ്റെ ശിഷ്യന്മാരും ഗലീല കടൽ ക്രോസ് ചെയ്യുക ഒരു ബോട്ടിൽ. അവർ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു കൊടുങ്കാറ്റിനകത്തേക്ക് അവർ ഓടിക്കയറി. ശിഷ്യന്മാർ വിശ്വസിച്ചു, ഉറപ്പായി കരുതി തങ്ങൾ മരിക്കാൻ പോവുക, തങ്ങൾ മരിച്ചു പോകും. they were terrified. ദൈവപുത്രനെ അവർ എഴുന്നേൽപ്പിച്ചു, ഉണർത്തി.
യേശുവിനെ അവർ ഉണർത്തി. അവരെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണമേ എന്ന് കർത്താവിനോട് പറഞ്ഞു. നമ്മളൊരു ക്രൈസിസിൻ്റെ മധ്യത്തിലാകുമ്പോൾ നമ്മൾ കിടന്ന് നിലവിളിക്കും, പ്രാർത്ഥിക്കും. ഇതുപോലെ തന്നെയായിരുന്നു അവരുടെയും പ്രാർത്ഥന. പക്ഷേ യേശു കർത്താവ് അവരുടെ അവിശ്വാസത്തെ ശാസിച്ചു, റിബ്യൂക്ക് ചെയ്തു. അവർ മനസ്സിലാക്കിയില്ല യേശു കർത്താവ് അവരുടെ ബോട്ടിൽ ഉറങ്ങുന്നുണ്ടെന്ന്. സ്റ്റോമിൻ്റെ സ്ട്രെങ്ത് എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ദൈവം ഇതിലെ അവരെക്കുറിച്ച് ദൈവത്തിനൊരു ഡിവൈൻ പർപ്പസ് ഉണ്ടെന്നുള്ളത് അവർ മറന്നുപോയി. യേശു കർത്താവ് ഉറക്കമായിരുന്നു. കാരണം ഹി ലീവ്സ് ഫ്രം ദ കിങ്ഡം ഓഫ് ഹെവൻ ടുവേർഡ് എർത്ത്. അവൻ്റെ കിങ്ഡത്തിൽ ദർ ഇസ് നോ ടർമോയിൽ. ശിഷ്യന്മാർ അവനോട് കരഞ്ഞ് നിലവിളിച്ചപ്പോൾ അവൻ എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു, തിരുമാലയോട് അടങ്ങാൻ പറഞ്ഞു, സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. He rebuked the wind and declared peace over the waves. ആ ബഹളങ്ങൾ, ആ കയോസ് എല്ലാം പെട്ടെന്ന് അങ്ങ് നിന്നു. അനേകർക്ക് ആ സമയത്ത് സ്റ്റോമിനെ റിബ്യൂക്ക് ചെയ്യാമായിരുന്നല്ലോ. പക്ഷെങ്കിൽ they were ministering out of fear. മറ്റേതിനൊന്നും ഒരു ധൈര്യം കാണിച്ചില്ല. കാറ്റിനെ ശാസിപ്പാനോ കടലിനോട് തിരമാലയോട് അടങ്ങിയിരിക്കാൻ പറയാനോ ഒന്നും അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ യേശു കർത്താവിന് പീസ് റിലീസ് ചെയ്യുവാൻ കഴിവുണ്ടായിരുന്നു. കാരണം അവൻ വസിക്കുന്നത് സമാധാനത്തിനകത്താണ്. പീസ് ഒരു മിലിറ്ററി മൂവാണ്. അത് സാത്താന്യ ശക്തികളെ സബ്ഡ്യൂ ചെയ്യുന്നതാണ്. സ്വർഗത്തിലെ ആ ശാലോം സമാധാനമുണ്ടല്ലോ, ദാറ്റ് സബ്ഡ്യൂസ് ഓൾ ദ chaos. യേശു കർത്താവ് ആ സ്റ്റോമിൻ്റെ മധ്യത്തിൽ ഉറങ്ങി. കാരണം ഹി വാസ് എ സിറ്റിസൺ ഓഫ് ഹെവൻ ഇൻ ദ സെയിം വേ ദാറ്റ് വി ആർ. ചിലപ്പോൾ നാം ഇങ്ങനെ ഇമാജിൻ ചെയ്യാറില്ലേ, പ്രാർത്ഥനയിൽ ദൈവം നമ്മുടെ വിഷയത്തിലേക്ക് ഒന്ന് ഇടപെടാൻ നാം ആഗ്രഹിക്കുകയാണെന്ന്. യെസ്, നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന അതോറിറ്റി നാം ഉപയോഗിക്കണം. നാം എങ്ങനെ അത് ഉപയോഗിക്കുമെന്ന് മനസ്സിലാക്കി അങ്ങനെ ഉപയോഗിക്കുന്നവരെ തിരഞ്ഞ യേശു കർത്താവ് ഇരിക്കുന്നത്. യേശു കർത്താവിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുന്നതിന് പകരം യേശു കർത്താവിനെ വിളിച്ച് അവരുടെ സാഹചര്യങ്ങളെ കീഴടക്കുവാൻ തക്കവണ്ണം, വളരെ ബോൾഡായിട്ട് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഒക്കെ കഴിയേണ്ടത് ആവശ്യമല്ലേ? സ്വർഗീയ കാഴ്ചപ്പാടിൽ കൂടെ നിന്ന് നാം നമ്മുടെ സാഹചര്യങ്ങളെ നോക്കുമ്പോൾ നമുക്ക് അതോറിറ്റി അവൻ തന്നിട്ടുണ്ട്. നമുക്ക് ആ പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യാൻ തക്കവണ്ണമുള്ള അഭിഷേകം അവൻ തന്നിട്ടുണ്ട്. We can only release peace over a storm through which we can sleep. കുഞ്ഞെ, നിൻ്റെ ജീവിതത്തിൽ നിനക്കൊരു വിളിയുണ്ട്, നിനക്കൊരു ഡിവൈൻ പേർപ്പസ് ഉണ്ട്. അതിൽ നിന്ന് നിന്നെ ഡിസ്ട്രാക്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഏത് സ്റ്റോംസാണ് കടന്നു വരുന്നത് നിൻ്റെ ജീവിതത്തിൽ, സ്വർഗത്തിലെ സമാധാനവുമായിട്ട് നിനക്ക് പ്രാർത്ഥിപ്പാൻ അതോറിറ്റിയോടെ, അധികാരത്തോടെ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം നിന്നെ ഒന്ന് റീകണക്റ്റ് ചെയ്യുവാൻ കഴിയുമോ? സമാധാനം എല്ലാ വിശ്വാസിയുടെയും ഇൻഹെറിറ്റൻസാണ്. നീ ഒരു സ്റ്റോം ഫേസ് ചെയ്യുവാണെങ്കിലും നിനക്ക് ദൈവീയ സമാധാനത്തിൽ റെസ്റ്റ് ചെയ്യാം. കാരണം നീ അറിയുന്നത് എന്താണെന്നറിയാമോ? ഹി ഈസ് ഇൻ കൺട്രോൾ. യേശു കർത്താവാണല്ലോ സകലത്തെയും കൺട്രോൾ ചെയ്യുന്ന. എല്ലാ കോൺഫ്ലിക്ട്സിൽ നിന്നും നമ്മൾ നമ്മുടെ ചിന്തയെ മാറ്റണം. നമ്മളെ ചുറ്റി നിൽക്കുന്ന കോൺഫ്ലിക്ട്സിൽ നിന്ന് ആ കോൺഫ്ലിക്റ്റുകൾ നമ്മളെ കീഴടക്കരുത്. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. എന്നിട്ട് കർത്താവിൻ്റെ ആ പെർഫെക്റ്റ് ലവ്, കർത്താവിൻ്റെ ആ പെർഫെക്റ്റ് പീസ് എല്ലാ സ്റ്റോംസിലും അനുഭവിക്കാൻ്റെ ഗുണം നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു.
ഞങ്ങളെ മുക്കിക്കളയാൻ വരുന്ന ഏത് സാഹചര്യമാണെങ്കിലും, ഏത് കാറ്റാണെങ്കിലും, ഏത് തിരയാണെങ്കിലും അതിൻ്റെ മേൽ നീ ഞങ്ങൾക്ക് തന്ന അതോറിറ്റി ഉപയോഗിച്ച് ജയത്തോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു.